ജോസഫ് നൂരി കാ ദോസ്ത് ഹെ. ജോസഫ് നൂരിൻ്റെ ദോസ്താണ്. വോ നൂരി കെ ഘർ ആയെ. അവർ നൂരിൻ്റെ വീട്ടിൽ വന്നു. ജോസഫ് കെ സാത്ത്. ജോസഫിൻ്റെ കൂടെ ചോട്ടി, ചെറിയ. ചോട്ടി എന്ന് എഴുതിയത് ശ്രദ്ധിക്കണം കേട്ടോ. ദോ ചഷ്മ വരുന്നുണ്ട്. ഇവിടെ ചീമ് കഴിഞ്ഞിട്ട് ഒരു ഹാ കാണുന്നില്ലേ. ചോട്ടി. ബഹൻ ബി ഹെ. ചെറിയ സഹോദരിയുമുണ്ട്. എന്താ സഹോദരിൻ്റെ പേര്? ജോസഫിൻ്റെ സഹോദരിൻ്റെ പേര് ഉസ്കാ നാം. അവരുടെ പേര് സോനി ഹെ. സോനിയാണ്. നൂരി അപ്നെ ഘർ കെ ബാരെ മേം സോനി സെ കഹ്നെ ലഗി. നൂരി തൻ്റെ വീടിനെ കുറിച്ച് സോനിയോട് പറയാൻ തുടങ്ങി. മേരാ ഘർ. മേരാ ഘർ എൻ്റെ വീട്. യഹ് മേരാ ഘർ ഹെ. ഇത് എൻ്റെ വീടാണ്. മേരാ ഘർ ചോട്ടാ ഹെ. എൻ്റെ വീട് ചെറുതാണ്. മേരെ ഘർ മേ. എൻ്റെ വീട്ടിൽ അമ്മി और अब्बा हैं. मेरा एक बड़ा भाई है. मेरा एक बड़ा भाई है. बड़ा വലിയ. ചോട്ട ചെറുത്. ബട വലിയ. मेरी एक छोटी बहन है. मेरी एक छोटी बहन है. मेरे घर में दादा और दादी भी हैं. हमारा घर प्यारा प्यारा है. हमारा घर प्यारा प्यारा है. നിങ്ങൾ ഫസ്റ്റ് പാഠത്തിൽ ചെയ്ത വർക്ക് തന്നെയാണ്. നൂരി കെ ഘർ മേ കോൻ കോൻ ഹായ്. നൂരിൻ്റെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? നൂരി കെ ഘർ മേ. നൂരിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് എഴുതട്ടോ. നൂരി കാ ഘർ കൈസാ ഹേ. നൂരിൻ്റെ വീട് എങ്ങനെയാണ്? പാഠഭാഗം വായിച്ചിട്ട് ഉത്തരം എഴുതട്ടോ. ബച്ചോ जोसेफ और सोनी नूरी के कमरे में हैं. कमरे रूम. नूरी अपने कमरे के बारे में कहने लगी. നൂരിൻ്റെ റൂം കാണിക്കുന്നുണ്ടല്ലേ. എന്തെല്ലാം സാധനങ്ങളുള്ളത്? ഗഡി, പങ്ക, കുർസി, മേസ്, അലമാരി, പലങ്ക്, ഗേന്ദ്. യേ കംരാ ഹേ. ഇത് റൂമാണ്. കംറേ മീം പലങ്ക് ഹേ. റൂമിൽ പലങ്കുണ്ട്. കംറേ മീം റൂമിൽ ഉള്ളത് എഴുതട്ടോ. കംറേ മീം ഡേഷ് ഔർ ഡേഷ് ഹൈ. കംറേ മീം ഒരു സാധനം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അടുത്ത സാധനം ഉണ്ട് അല്ലേ. അതെന്താന്ന് എഴുതട്ടോ. ദീവാർ പർ. ദീവാർ മേൽ. പർ എന്ന് വന്നത് മേൽ, മുകളിലുള്ള സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. ദീവാർ പർ ചുമരുമേൽ ഡേഷുണ്ട്. ഛത്ത് പർ മേൽക്കൂരയിൽ. മേൽക്കൂരയിൽ എന്തുണ്ട്? പങ്കാഹേ. സെൻറ്റൻസ് പൂർത്തീകരിച്ച് എഴുതട്ടോ. യേ മേരെ അബ്ബാ ഹൈൻ. യേ മേരി അമ്മി ഹൈൻ. എന്തുകൊണ്ടാ ഇവിടെ മേരി വന്നത്? അബ്ബ എന്നുള്ളത് മുസക്കറാണ്, അതുപോലെ മുതിർന്നവരാണ് അല്ലേ. അമ്മി എന്നുള്ളതും മുഅന്നസാണ്. അപ്പം മേരി എന്ന് വന്നു. എ മേര ഭായി ഹെ. എ മേരി ബഹൻ ഹെ. എ മേര ഗേന്ദ് ഹെ. എ മേരി ടൊപ്പി ഹെ. അപ്പോൾ ഇവിടെ അബ്ബ ഭായി മുസക്കറ എന്ന പോലെ ഗേന്ദ് എന്ന് പറയുന്നത് മുസക്കറ ആയതുകൊണ്ടാണ് മേര എന്ന് വന്നത് കേട്ടോ. എ മേരി ടൊപ്പി ഹെ. ഇനി നിങ്ങൾക്ക് വർക്കുള്ളത് ഏ ഡേഷ് ബക്കരാ ഹേ. ഇവിടെ മേര എന്നാണോ മേരി എന്നാണോ? ഡേഷ് ബക്കരി ഹേ. ये डैश मुर्गा है. ये डैश मुर्गी है. ये डैश बैल है. बैल काला. ये डैश गाय है. गाय പശു. പിന്നെ ഇവിടെ ഏത് ചേരും എന്നുള്ളത് ചേർത്ത് എഴുതട്ടോ. ജൂത, ജഗ്, ചാബി, ചിടിയ, ഹൽവ, ഹർഗോഷ്. സെൻറ്റൻസ് പൂർത്തീകരിച്ച് എഴുതണേ.